അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു വ്യൂവും കൂടി ആയിട്ടാണ് വന്നേക്കണേ. വ്യൂ അല്ല, ഒരു വീഡിയോയും കൂടി നമ്മൾ ചെയ്യാൻ പോണെയാണ്. നമ്മളെ കയ്യിൽ ഒരു സാധനം കിടപ്പുണ്ട്. നമ്മൾ നമ്മുടെ കാറിലേക്ക് ഒരു ചെറിയൊരു ഡാഷ് ക്യാമറ നമ്മൾ പ്രത്യേകിച്ച് വണ്ടികൾക്ക് വെച്ച് കൊടുക്കണതാണ്. അപ്പോൾ ഈ ഡാഷ് ക്യാമറ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇന്ന് ആ സാധനം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ ഒന്ന് റിവ്യൂ എടുക്കാൻ പോണേ ചേട്ടാ. ഇതെൻ്റെ പപ്പയുടെ അച്ഛൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നേക്കാണ്. അപ്പം നാട്ടിൽ ഇതിൻ്റെ ഡെലിവറിയൊക്കെ വന്നു. അപ്പം ഞങ്ങളെന്തായാലും ഇവിടെയാണ്. ഞങ്ങൾ സത്യത്തിൽ എറണാകുളം വൈറ്റില ആ ഒരു ഏരിയയിൽ തമ്മനം സൈഡാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ അടുത്ത് തന്നെ ഒരു കാറ് കിടപ്പുണ്ട്. ആ കാറിലേക്കാണ് നമ്മൾ ഡാഷ് ക്യാമറ വെക്കണത്. അപ്പം ഡാഷ് ക്യാമറയുടെ ഒരു റിവ്യൂ എടുക്കാൻ പോണെയാണ്. റിവ്യൂ മാത്രമല്ല, നമ്മുടെ ഡാഷ് ക്യാമറ വെച്ചതിൻ്റെയൊക്കെ ഒരു ഉപയോഗം പോലത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കണേയാണ്. ഏതായാലും നമുക്ക് കൂടുതൽ സംസാരിച്ച് നമ്മൾ സമയം കളയണ്ട. അപ്പോൾ നമ്മൾ നേരെ ഡാഷ് ക്യാമറ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. ഈ ഡാഷ് ക്യാമറ കണ്ടോ നിങ്ങൾ? ഇത് CP+ ഒരു ഫുൾ HD 1080p അർത്ഥം ഉണ്ടായി. എനിക്കറിയായിരുന്നു എന്തൊരു ഇതാണ്, എൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയില്ല. ശരിക്കറിയായിരുന്നു, ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കൂടുതൽ സമയമൊന്നും കളയാനില്ല. നമ്മൾ വയ്ക്കാൻ പോണെയാണ്. ഈ ഒരു ക്യാമറ നമ്മളായിരുന്നു ഡെലിവറി വന്നു. അപ്പോൾ ഈ ക്യാമറ നമ്മൾ കാറിലേക്ക് വയ്ക്കാൻ പോകണം. അപ്പോൾ നമ്മൾ കൂടുതൽ സമയമൊന്നും കളയാനില്ല കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് കാറ് തുറക്കും. വണ്ടി സ്റ്റാർട്ടും ചെയ്യണമല്ലോ. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും നോക്കാം. കാറ് തുറന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പോകട്ടെ. അകത്തേക്ക് കയറുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ചപ്പും ചാറൊക്കെ ആയിട്ട് കിടപ്പുണ്ട് കാറിൽ. അതെൻ്റെ സാധനങ്ങളാണ് അത് മൊത്തം. കാറിലേക്ക് കയറി മച്ചാമരെ ഒരു അടിപൊളി സ്ക്രീൻ കാർഡെല്ലാം കാണണല്ലേ. ഓ, മിറർ അതിൻ്റെ അകത്ത്, വേറെ മിറർ അതിൻ്റെ അകത്ത്, വേറെ മിറർ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ചേട്ടാ. ഡോറടച്ചു. നമ്മൾ ന്യൂട്രലിടണം. ന്യൂട്രലിലേക്ക് ഇട്ട് ഹാൻഡ് ബ്രേക്ക് പൊക്കി തന്നെ വെച്ചാൽ മതി. ഞാനിത് വേറൊരു SD കാർഡ് വാങ്ങിച്ചിട്ടാണ് വെച്ചാൽ വരെ. ഇത് 256 GB 150 സ്പീഡ് അപ് ടു കുഞ്ഞ അക്ഷരമാണ്. അപ്പം എനിക്ക് കിട്ടാനില്ല കേട്ടോ. അതൊന്നും നമ്മൾ നോക്കണ്ട. SD കാർഡ് വേറെ ഒരെണ്ണമുണ്ട്. അതെനിക്ക് ഇതേപോലത്തെ തന്നെ വ്യൂ ഇതൊക്കെ എടുക്കാൻ വെച്ചേക്കാണ്. അതായത് ഇതിൻ്റെയൊക്കെ ഒരു റെക്കോർഡ് ഉണ്ടാവണം കേട്ടോ. അപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ന്യൂട്രലിട്ടുണ്ട്. ബ്രേക്ക് വേണമെന്നൊന്നുമില്ല, ക്ലച്ച് മാത്രം ചവിട്ടിയാൽ മതി. അടുത്ത് തന്നെ ഒരു ക്ലച്ച് കിടപ്പുണ്ട്. ആ ക്ലച്ച് മാത്രം വേണമെങ്കിൽ ഇങ്ങനെ ചവിട്ടിയാൽ. ഞാൻ ഇങ്ങനെ ചവിട്ടി. വണ്ടി സ്റ്റാർട്ടായിട്ടാ. AC ഓൺ ചെയ്യാം. ഒരു വൃത്തിയേട്ടം പണം വരണ്ട്. അതിന് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യണം കേട്ടോ. നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നമ്മൾ ദൈവമേ, പാട്ടൊന്നും ഇപ്പോൾ വേണ്ട. നമ്മുടെ കയ്യിലുള്ള CP+ നമുക്ക് തുറന്നു നോക്കാം. അതാണ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആദ്യം കാണുന്നത്. എൻ്റെ പൂന്നു, എനിക്ക് മറ്റേ കയ്യിൽ ഇതുള്ളതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റണില്ല. മൊബൈൽ കയ്യിലുള്ളതുകൊണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഈ അഡാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത ഒന്നുമില്ല. അതായത് ഇതിൻ്റെ തന്നെ കമ്പനി തന്നെ തന്നേക്കണെയാണ്. ഡോറ് ലോക്ക് ചെയ്തേക്കാം. അച്ഛനും അമ്മയും എല്ലാം വന്ന പണിയാണ്. അച്ഛനില്ല ഇവിടെ, എന്നാലും പറഞ്ഞതാണ്. ആ ഒരു ഫ്ലോയ്ക്ക് നമ്മൾ പറയണമല്ലോ. എന്തായാലും നമ്മൾ അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്താൻ പാടില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ മച്ചാമാരെ? അപ്പോൾ ഇത് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നത് ഞാൻ കളഞ്ഞിട്ടെ ഇപ്പം. അപ്പോൾ ആ ഒരു അഡാപ്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ നമ്മൾ വരണു. ക്യാമറ ഇത്തിരി ചൂടാട്ടെ. ഞാൻ ഇത്തിരി നേരം ഉപയോഗിച്ച് നോക്കി.
അതിൻ്റെ ഒരു ചൂടാണ്. സത്യത്തിൽ മേടിക്കുമ്പോൾ അതൊന്നും ചൂടൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്. ഒരു മിനിറ്റ് കേട്ടോ മച്ചാന്മാരെ. ഇപ്പോൾ ഇത്തിരി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. CP+ എന്നുള്ളൊരു ഇത്തിരി വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും വെണ്ടയ്ക്ക അക്ഷരമില്ല. പിന്നെ ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ല, ബാക്കിൽ കുറച്ച് സാധനങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. പ്രിക്കോഷൻസ് ആയിട്ടാണ്. എന്താണ് ക്ലിയർ അല്ലാത്ത, എന്തൊരു കഷ്ടമാണ്. ബാക്കിലേക്ക് നമ്മൾ വന്നതിനാ ഞാൻ കൂടുതൽ വിളിച്ചൊന്നും കാണിക്കുന്നത്. CP+ കമ്പനി പേരും കൊടുത്തിട്ടുണ്ട്, ഡിവൈസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. വിത്ത് 64 GB SD കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതും വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ഇതാട്ടോ. പാസ്വേഡ് സത്യത്തിൽ എനിക്ക് തോന്നണം എല്ലാം സെയിം ആയിരിക്കുന്നു. എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ ഇതൊന്നും നോട്ട് ചെയ്ത് വയ്ക്കരുത്. ഇത് സത്യത്തിൽ അങ്ങനെ നോട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഡിവൈസ് നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വൈഫൈ ആട്ടോ. ഒരു പ്രത്യേകതയുണ്ട് ക്യാമറയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞത്, തിരിച്ചരിഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. മച്ചാമര ഒന്ന് ക്ഷമിക്കണേ, അനുഗ്രഹിക്കണേ ഒന്ന് പ്ലീസ്. അത് അങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വരുന്നത്. അത് നമ്മൾ സമയങ്ങളിലാണ്. അപ്പോൾ ഇതിൽ ഒരു വൈഫൈയുടെ ഇത് വരുന്നുണ്ട് കേട്ടോ. വൈഫൈ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ സൈഡിൽ തന്നെ ഒരു പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. ഇതിന് സത്യത്തിൽ ഒരു മാനുവലില്ലെന്ന് തോന്നണല്ലേ. മാനുവൽ ഉണ്ടാവില്ല. തുറന്ന് നോക്കാൻ, ബാക്കി നോക്കാം. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇതെന്തൊരു കഷ്ടമാണ് ഇത്. ഇത്തിരി ബ്ലറാണ്. ആരും അങ്ങനെ വിചാരിക്കരുത്, ഞാനായിട്ടൊന്നും ചെയ്യണതല്ല. നോക്കട്ടെ, അതൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ പൊന്നു വീഡിയോ ചെയ്ത് എനിക്ക് ചാനലിലേക്ക് പബ്ലിഷ് ചെയ്യാനുള്ളതാണ്. വന്നു. ഞാൻ കൂടുതൽ അടുത്തേക്ക് വരണില്ല. എന്തായാലും നിങ്ങൾ കണ്ടല്ലോ ബാക്കല്ല. പിന്നെ ഏറ്റവും അടിയിലാണ് ഇതിൻ്റെ പവർ പോയിൻ്റ് വരണത്. പിന്നെ സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കണക്ടറും പിന്നെ ഒരു SD കാർഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലും താഴത്തും പൊക്കത്തും കുറച്ച് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് അലേർട്ട്സ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഓൺ ചെയ്യുമ്പോൾ കുറച്ച് വോയിസൊക്കെ വരും. പെട്രോൾ എത്ര ഉണ്ടാവുമെന്നോ? ഫുള്ളാണ്, കുഴപ്പമില്ല, ഫുൾ ടാങ്കാണ്. ഇതെന്താണ് ഇങ്ങനെ കിടക്കണത്? കുഴപ്പമില്ല, 551 ഉണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങൾ ബാക്കി എടുത്തില്ലല്ലേ. ഇതിൽ ക്യാമറയുടെ ഇതിൽ അല്ല, ഒരു ആപ്പിൻ്റെ ഒരു QR കോഡാണിത്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഇത് ഡാഷ് ക്യാമറ ആയതുകൊണ്ട് ഞാൻ ഇതൊന്നും മിററൊന്ന് ഇത്തിരി പൊക്കി നോക്കട്ടെ. ഇവിടെയാണ് ഞാൻ വെക്കാൻ പോണത്. ഇവിടേക്കാണ് എല്ലാവരും ഡാഷ് ക്യാമറ വെക്കത്തുള്ളൂ. പിന്നെ അറ്റത്തൊക്കെ വയ്ക്കും അവർ. പിന്നെ സത്യത്തിൽ ഇത് ഡാഷ് ക്യാമറ വയ്ക്കുകയാണെങ്കിൽ നടുക്ക വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നത്തെ ഇതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു QR കോഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ തുറന്നപ്പോഴൊന്നുമല്ല, ഇന്നലെ മുതൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു സ്ക്രീൻ തന്നിട്ടുണ്ട്, അത് സ്റ്റിക്കറാണെന്ന് തോന്നുന്നത്. അതും ഒരു തരം സ്റ്റിക്കറാണ്. ദിസ് സൈഡ് ഓൺ വിൻഡ് സ്ക്രീനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിക്കറും. അയ്യോ, മിറർ നേരെയാക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ പപ്പയ്ക്ക് വേറെ വല്ല ബുദ്ധിമുട്ടൊക്കെ വരും.
ബാക്കി പപ്പ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഇതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചാർജറല്ല, കണക്ടറാണിത്. USB+C ആണ് ഇതിൻ്റെ കണക്ടർ. USB നമ്മളെ അടിയിലേക്ക് കണക്ട് ചെയ്യും, C നമ്മൾ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു SD കാർഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. 64 GB SD കാർഡ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ SD കാർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. 512 കണ്ടാന്ന് തോന്നുന്നു. 512 GB വരെയാണ് നമ്മൾ ഇതിൽ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ 1 TB എന്നൊക്കെ പറഞ്ഞ് വരണ്ട ഒരു SD കാർഡ്, അതിന് 10,000 രൂപ കണ്ടാണ്. അത് നമുക്കിതിൽ വെക്കാൻ നല്ലതല്ല എന്ന് പറയണ്ട കേട്ടോ. അതായത് 64 GB 8 GB അങ്ങണ്ടാണ്, 8 GB വരെ. 8 GB 64 GB 32 GB ഒക്കെ SD കാർഡ് വയ്ക്കാം. പിന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് എയിമിങ് ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം നമ്മൾ ഇതൊക്കെ വെക്കുമ്പോൾ ഇത് നമ്മളുടെ ഒരു സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ല ഒരു പ്രൂഫായിട്ടാണ്, തെളിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലവരൊക്കെ ഇങ്ങനെ പറയും വണ്ടി അങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ ഇടിക്കുകയൊന്നുമില്ല, ഇത് നീയായിട്ട് തന്നെ ഇടിച്ചാണെന്നൊക്കെ വന്ന് ചിലവരൊക്കെ അങ്ങനെ ഉണ്ടാക്കി പറയും. പക്ഷെ നമ്മളിത് റെക്കോർഡ് കഴിപ്പിക്കുമ്പോൾ അവർക്ക് തനിയെ മനസ്സിലാവും ഇത് ആരും ഇതായിട്ട് പറഞ്ഞതല്ല, തനിയെ വണ്ടി തന്നെ ഇടിച്ചു കൊണ്ടുവരിക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ ഡാഷ് ക്യാമറ വെക്കണത് തന്നെ. സത്യത്തിൽ ഇതെല്ലാ വണ്ടിയിലും വേണം. പിന്നെ ഞാൻ ഈ വണ്ടിയിൽ വെക്കണത്, ഒന്നാമത്തെ കാര്യം ഈ വണ്ടി 2024 എടുത്തതാണ്, പുതിയതായിട്ട് എടുത്തതാണ്. പിന്നെ പുതിയതായിട്ട് 2022 അല്ല 2022 ഓഗസ്റ്റ് 22 നമ്മൾ ഇതെടുത്തത്. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് രജിസ്ട്രേഷൻ നടന്നു എന്ന് തോന്നുന്നു കേട്ടോ. അതാണെന്ന് തോന്നുന്നു ഇവിടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അതൊക്കെ സമയം കളയണ്ട, അതൊന്നും നമ്മൾ സമയം കളയണ്ട. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം മാത്രം SD കാർഡിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതൊന്നുമില്ലല്ലോ. അയ്യോ, SD കാർഡ് നമുക്ക് വെച്ച് നോക്കിയാലോ. SD കാർഡ് നമുക്ക് എടുത്ത് നോക്കാം. SD കാർഡ് എനിക്ക് തോന്നുന്നു അത് ഫിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ കുറേ നേരമായി നോക്കണം, എടുക്കാനായിട്ട് പറ്റണില്ല. എനിക്ക് എടുക്കാനായിട്ട് അങ്ങനെ പറ്റണില്ല കേട്ടോ. ഞാൻ തുളച്ച് നോക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. ഒന്നും എല്ലാവരും കൂടി ഒന്ന് പേഷ്യൻസോടെ ഒന്ന് ക്ഷമയോടെ ഒന്ന് നിൽക്കണേ. നമ്മളുണ്ടല്ലോ SD കാർഡ് ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാണ്. പിന്നെ അത് തുളച്ച് ഞാൻ എടുത്തപ്പോൾ SD കാർഡ് നമുക്ക് കിട്ടി. അതെനിക്ക് തോന്നണം ഒരു തരം ഫിക്സ്ഡ് ഏരിയയിലായിട്ട് വെച്ചതാണെന്ന് തോന്നണം. നമ്മൾ ചൈൽഡ് ലോക്ക് എന്നൊക്കെ പറയില്ല, അതേപോലെ ഒന്ന് ചൈൽഡ് ലോക്ക് ചെയ്ത് വെച്ചാണെന്ന് തോന്നണം. അപ്പോൾ ഞാൻ SD കാർഡ് ഒന്ന് തുളച്ചെടുക്കട്ടെ ഏട്ടാ. ഞാൻ SD കാർഡ് ഒന്ന് തുളച്ചെടുത്തപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ കാലിൽ വെച്ച് നിർത്തുക. CP+ 64 GB മൈക്രോ SD XC13V30 എന്തൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെച്ച് നോക്കട്ടെ ഏട്ടാ. ഞാൻ ഇതെന്തായാലും ഫിറ്റ് ചെയ്യാൻ പോണെയാണ്. എനിക്ക് അതൊന്നുമല്ല, നമ്മളിങ്ങനെ പൊട്ടിച്ച് വെച്ച് തന്നെയാണ്ടേ ആ ഒരു വെക്കേണ്ട ഒരു ഫ്ലോ പോവും. ഞാനിത് വെച്ച് നോക്കട്ടെ ഏട്ടാ. ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ അങ്ങനെ കാണിക്കണില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് എന്താ പറയുക, ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഞാൻ ഇവിടെ ഞാൻ അങ്ങോട്ട് പുഷ് ചെയ്യാണ്. അപ്പോൾ ചെറിയൊരു വോയിസ് വരും. ഒരു റെഡ് അലേർട്ട് വന്നു. റെഡ് അലേർട്ട് വന്നേ. ഞാൻ റിവ്യൂ എടുത്തേക്കണ എൻ്റെ സ്വന്തം മൊബൈൽ വെച്ചായതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും നോക്കട്ടെ, വെച്ച് നോക്കട്ടെ ഏട്ടാ. ഇത് ഞാൻ എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കട്ടെ. ഞാൻ ഇവിടെ ഒന്ന് സ്റ്റിക്കർ ഒട്ടിക്കാൻ പോണേ ഏട്ടാ. സ്റ്റിക്കർ ഒട്ടിച്ച് ക്യാമറയിൽ നിന്ന് വെച്ച് നോക്കാം.
ഞാൻ ആദ്യം ആ സ്ക്രീൻ ഒട്ടിച്ചു. സ്ക്രീൻ എനിക്ക് ശരിയായിട്ട് ഒട്ടാൻ പറ്റിയിട്ടില്ല കേട്ടാ. പിന്നെ ഞാൻ ആ ഒരു ക്യാമറ വെക്കണേൻ്റെ ഇത് ഇവിടെ ക്യാമറ വെട്ടിക്കണേൻ്റെ സ്റ്റിക്കറും വെച്ചിട്ടാ ഞാൻ അത് പളയ്ക്കല്ല പൊളിക്കാൻ പോണേ കേട്ടാ. ഒരു മിനിറ്റ്. പൊളിച്ചു. ഓക്കെ, അപ്പം ഞാൻ അത് പൊളിച്ചു. ക്യാമറ ഒന്ന് വെച്ച് നോക്കട്ടെ. ക്യാമറ ഇപ്പോൾ ഓഫാക്കാം. CP Plus dash cam is powered off. പുറത്തുനിന്നുള്ള വ്യൂ എടുത്ത് നോക്കാം. അത് ഓഫായി. നോക്കട്ടെ പുറത്ത് എങ്ങനെയുണ്ട് നോക്കട്ടെ. വണ്ടിയുടെ ചാവി എന്തെങ്കിലും മച്ചാമാരെ അപ്പോ അടിപൊളി. ഇതാണ് ക്യാമറ വെച്ചതിൻ്റെ ഒരു വ്യൂ. ഒരു മിനിറ്റ് ഗൈസ്, പോരാ ഗൈസ്. ക്യാമറ വെച്ചപ്പോൾ എയിമിങ് കറക്റ്റായില്ലെന്ന് തോന്നണു. ഒരു മിനിറ്റ് ഒന്നും കൂടി നോക്കട്ടെ. കറക്റ്റായോ ഗൈസ്? കറക്റ്റായി എന്ന് തോന്നണം. ഇപ്പം കറക്റ്റായി, ഇപ്പം ക്ലിയറായി. ഞാൻ കണ്ടോ ഒട്ടിച്ചപ്പോഴേ കുറച്ച് ബബിൾസൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല തോന്നണം. എനിക്ക് വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ സൂക്ഷിക്കണേ കേട്ടോ. എന്താണെന്നറിയോ, വണ്ടി ഓണാണ്. ഞാൻ ക്യാമറ എടുത്തതെന്നൊക്കെ വെച്ച് നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഏകദേശം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. സൈഡൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഇതിന് ഈ സാധനം തന്നേക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും അത്. ഇതിൻ്റെ ഇടയിലൊന്ന് കുത്തിക്കിട്ടില്ലെങ്കിലേ ഡ്രൈവർ ഓടിക്കണ ആൾക്ക് ഒരു ശ്രദ്ധ പോവും. ഈ സാധനം വരും, പോവും, അകത്തേക്ക് വരും, പുറത്തോട്ട് പോവും, എല്ലാം വരും. എന്താണ് ഇവിടെ കിടന്നത്? ഇതിൻ്റെ അകത്തെ ഒട്ട ഇത്തിരി പാടാട്ടാ. ബാക്കിയും കൂടി വെച്ചിട്ട് എടുക്കാട്ടെ. ഞാൻ ഇത്തിരി വെക്കാൻ പാടാം. ഞാൻ നോക്കിയിട്ടേ വെക്കാൻ പറ്റണില്ല ഗൈസ്. ഈ ഇടവഴി കൂടിയാണ് നമ്മൾ വെക്കേണ്ടത്. അങ്ങനെയാണ് എല്ലാവരും വെക്കാറ്. സത്യത്തിൽ പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടെ എനിക്ക് വെക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ട് വല്ല വെക്കാം. ഞാനായിട്ട് അങ്ങനെ വെക്കണില്ല. ഇനി വല്ല കാരണം വല്ല കേട് വന്നു കഴിഞ്ഞാൽ പണിയാണ്. അത് 8ൻ്റെ പണി കിട്ടും. അയ്യോ സോറി, വീഡിയോ എടുക്കണേന്നല്ലേ ഞാൻ. സോറിടാ. ഞാൻ വേറൊരു സ്ഥലത്തോട്ട് ഞാൻ നോക്കിയതാണ്. അങ്ങോട്ട് ഞാൻ നോക്കിയതാണ്. ഒരു സ്കൂട്ടറിൻ്റെ എന്തോ ഒരു ശബ്ദം കേട്ട്. സ്കൂട്ടറിൻ്റെ ആണെന്ന് തോന്നണം, അറിയില്ല എന്തിൻ്റെയാണ്. അപ്പം ആ ശബ്ദം ഞാൻ നോക്കിയതാണ്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചതാണ് അറിയാണ്ട്. വൈപ്പറോണായിപ്പോയി. ഞാൻ SD കാർഡൊന്നും ഇടാൻ പോണേ കേട്ടോ. ഞാൻ SD കാർഡ് 64 GB SD കാർഡ് ഇൻസേർട്ട് ചെയ്ത് അതിൽ തന്നെ ഉണ്ട് ഒരു ഇൻസേർട്ടർ ബട്ടൺ. അപ്പോൾ SD കാർഡിൻ്റെ ഏകദേശം ഒരു രൂപ. ഒരു മിനിറ്റ് ഞാൻ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ.
ഞാൻ വേണമെങ്കിൽ ഞാനൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ ഒരു റെക്കോർഡ് എടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഏകദേശം മനസ്സിലായില്ലേ? ഇപ്പം ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു എനിക്ക്. SD കാർഡ് നമ്മൾ ഇടണം. ക്യാമറ നമ്മൾ വെക്കുമ്പോൾ സേഫായിട്ട് തന്നെ നമ്മൾ വെക്കണം. അല്ലെങ്കിൽ RTIയുടെ ഇതിൽ നിന്ന് നമുക്ക് സമൻസ് വരും കോടതിയിലേക്കുള്ളത്. നമുക്ക് ഇത് വെച്ചിട്ട് എനിക്ക് തോന്നണില്ല വെക്കാതെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഹൈഡ്രോക്ലോറിക് ആസിഡ് തൊണ്ടേന്ന് ഓർത്തോട്ടും, അതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് നീ റെക്കോർഡും കൂടി എഴുതട്ടെ. നമ്മൾ താങ്ക് യു എല്ലാം പറയാട്ടാ. ഇപ്പം ഞാൻ താങ്ക് യു ഒന്നും പറയാനില്ല. പിന്നെ നമ്മളിങ്ങനെ വണ്ടിയൊന്നും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും അനുഗ്രഹിക്കരുത് ഞാൻ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേൽ. നല്ല അടിപൊളി പാട്ടൊക്കെ വരുന്നുണ്ട്. ഇതാരും അങ്ങനെ അനുഗ്രഹിക്കരുത്. നമ്മൾക്ക് 18 വയസ്സും പോലും തികഞ്ഞിട്ടില്ല. 16 ആവും. ഈ വർഷം 16 ആകും. കഴിഞ്ഞ വർഷം 14 15 വർഷം 16 വയസ്സാവണു. ഞാനിങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആരും ഇങ്ങനെ അനുഗ്രഹിക്കരുത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഈ ഒരു ബട്ടൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. കീ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കറിയാം. കീ ഇവിടെയാണുള്ള വരുന്നത്, ഈ ഒരു ഏരിയയിലാണ് വരുന്നത് കീയുടെ ഇത്. ഇതാരും അങ്ങനെ അനുഗ്രഹിക്കരുത്. പിന്നെ ഞാൻ പറയണത്, ക്യാമറ വയ്ക്കുമ്പോൾ നമ്മൾ സേഫായിട്ട് തന്നെ വെക്കണം. വേറെ എവിടെയും നമ്മളങ്ങനെ ഫോക്കസ് ചെയ്ത് വയ്ക്കരുത്. RTIയുടെ ഇതിൽ നിന്ന് നമുക്ക് ഇതൊക്കെ വരും, പരാതിയെല്ലാം വരും, ഫൈന് വരും, റദ്ദാക്കുകയും ചെയ്യുന്നു എനിക്ക് തോന്നണു. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നണം. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. CP+ തന്നെ ഒരു ക്യാമറ, 360 ഡിഗ്രി കറങ്ങുന്ന ക്യാമറ. ഞാൻ 360 ഡിഗ്രിയുടെ ക്യാമറ ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും വരുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോയും കൂടി എടുക്കും. അത് ഇന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നാനുള്ള ഞങ്ങളുടെ നാട്ടിലായതുകൊണ്ട്. ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഞാൻ വയറിങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. വയറിങ് ഞാൻ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തേക്കണാണ്. ഡാഷ്ബോർഡിൻ്റെ അകത്താണ് കിടക്കണത്. ഡാഷ്ബോർഡിൻ്റെ അകത്താണ് ഞാൻ പകുതി വയറിങ് ഞാൻ കൊടുത്തേക്കണേ. അപ്പോൾ എല്ലാവരും അത് വേറെ കാര്യം. പിന്നെ ഈ ഒരു CP+ൻ്റെ ഇത് വേണമെങ്കിൽ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ട് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ 1 TBയുടെ കൂടുതൽ നമ്മൾ വയ്ക്കാൻ പാടുള്ള 256 512 വരെ അങ്ങണ്ട വയ്ക്കാൻ പാടുള്ളൂ. SD കാർഡിൻ്റെ ഒരു ഇതിൽ ഞാൻ വായിച്ചെടുത്തോളം SD കാർഡ് അപ് ടു 512 GB വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5 GB വരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം കണ്ടോ, നിങ്ങൾ കണ്ടല്ലോ ഇത്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാണ് ഞാൻ. അല്ല വേണ്ട, ബാറ്ററി പോവും. ആരും ഇങ്ങോട്ട് വരണ്ട തോന്നുന്നു. ഇല്ല, അത് വേറെ എവിടെ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് കാണണ്ടല്ലേ ബാക്ക്. ഓക്കെ, പോയി.
പോയി അറിയാണ്ട് അടുത്ത് പോണേട്ടത്. ഇതാണ് ബാക്ക്. അണ്ടറിലൊക്കെ നമുക്കൊരു സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ ഉള്ള ബട്ടൺ. എവിടെ സാധനം? ഇതെനിക്ക് തോന്നണേ, അയ്യോ, ആ ഒരു സ്ക്രീൻ തന്നത് വലിയ സ്റ്റിക്കിയൊന്നല്ല. ഞാൻ ഒട്ടിച്ചെടുത്തോളാം. അതൊരു എന്താ പറയുക, ഒരു വേറെ അവിടെ അങ്ങനെ നമ്മൾ വേണ്ട എന്നൊക്കെ പറയുമ്പോഴേ, അപ്പം അച്ഛൻ ചിലപ്പോൾ വേണ്ടെന്നൊക്കെ പറയാൻ ചാൻസ് കൂടുതലാണ്. അറിയില്ല, ചോദിച്ചു നോക്കണം, കണ്ടു നോക്കണം പപ്പ. ആദ്യം ഞാൻ പപ്പ എന്നാട്ടോ വിളിക്കണേ. എൻ്റെ അച്ഛനെ വിളിക്കണ പപ്പ എന്നാണ്. ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെ വിളിക്കണതാണ് ഏകദേശം. പിന്നെ വണ്ടിയെല്ലാം അലങ്കോലമാണ്, ഞാൻ വണ്ടിയൊന്നും കാണിക്കണില്ല. ബാക്കി ഞാൻ കാണിച്ചിട്ട് വിളിക്കാട്ടെ നിങ്ങളെ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ നിർത്തണില്ല. ഗൈസ്, മറ്റേ വീഡിയോയിലേക്ക് ഞാൻ ബാക്കിയാണ് ഇതെടുക്കണത്. ഞാൻ പുതിയ മൊബൈൽ മേടിച്ച്, അപ്പോൾ അതിൻ്റെ ഇതാണ്. അപ്പോൾ ഒരു തരം റെഡ് കാണാമല്ലോ. ഈ റെഡൊന്നും കാണണ്ട, ഇതൊന്നുമല്ല. അതെ, ഈ ഒരു ആപ്പ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. ഓൾറെഡി കണക്റ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പേര്, ഡാഷ് ക്യാമറയുടെ ഇത് പേര്. പിന്നെ ഇത് ക്ലോസ് ചെയ്യണമല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അടിപൊളിയല്ലേ? അതിൽ കുറച്ച് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ, അതാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. ആഹാ, ഞാനിപ്പോൾ എങ്ങനെ കളയുക? പോരട്ടെ. കളഞ്ഞു. ഇപ്പം ക്ലിയറായി. ഇതാണ് വണ്ടിയുടെ ബോണറ്റ്. പിന്നെ ഞാൻ SD കാർഡ് ഇട്ടതല്ലേ. ഓക്കെ, എന്തോ ഇതിൽ കാണിക്കണില്ലല്ലോ. ഒരു മിനിറ്റ്. പ്ലേ ബാക്ക് പറ്റണില്ല. നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റിയില്ലേ? ഇനി വേറെ വല്ല ഡിവൈസസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റാ. വേറെ വല്ല ഡിവൈസ്, അയ്യോ, ഇത് റെക്കോർഡിങ് ആട്ടെ, ഇത് ലൈവിലാണ് റെക്കോർഡ് ചെയ്യണേ. ഓക്കെ, അപ്പം ഞാൻ വേറെ ഡിവൈസസ് വല്ല വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ പോവുക, സെലക്ട് ചെയ്യുക. സെലക്ട് അല്ല, ആദ്യം ആഡ് ഡിവൈസിൽ നമുക്ക് കാണാമല്ലോ. അതിലേക്ക് നമ്മൾ ഡിവൈസ് ഇരിക്കുക. പിന്നെ നമ്മൾക്ക് ഏതാണോ പേര് അത് വെച്ചിട്ട് നമ്മൾ അത് വെച്ച് നെക്കി കഴിഞ്ഞിട്ടും മാത്രം, കഴിഞ്ഞിട്ടില്ല, നെക്കി കഴിഞ്ഞിട്ടും ഞാനിതെടുത്തത്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ വന്ന് അതിനായിട്ട് ഇങ്ങനെയൊക്കെ വന്ന് ബാക്കിൽ പാസ്വേഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്, നമുക്ക് എല്ലാം സെറ്റാണ്. അതിനെ പിന്നെ എല്ലാം ഓക്കെ ആയി. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഞാൻ പറയണില്ല, ഞാൻ മറ്റേ വീഡിയോ ആയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? എഡിറ്റ് ഉണ്ട്, റിമൂവ് ഉണ്ട്. എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാറിൻ്റെ ഇതാരും ഇങ്ങനെ നോട്ട് ചെയ്യരുത്.
ഗ്രാൻ സ്മാർട്ടായി എന്താ ഹൈ കുഴപ്പമില്ല, സ്പേസ് മതിയായില്ല. അപ്പം ഞാൻ ബ്രാക്കറ്റിൽ SH കൊടുക്കാണ്. സ്മാർട്ട് ഹൈബ്രിഡ് റീനെയിംഡായി. അപ്പോൾ നിങ്ങൾക്ക് റീനെയിംഡ് ലിങ്ക് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മറ്റേ വീഡിയോയും കൂടി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. വേറെ കുറേ വീഡിയോയിൽ ഞാൻ കമൻറ്റൊക്കെ ഞാൻ അലൗ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ നിങ്ങൾക്ക് SD കാർഡ് ഉള്ളത് കൊടുക്കാൻ വേണമെങ്കിൽ SD കാർഡ് ഇല്ലാണ്ട് കൊടുക്കാം. റേറ്റ് കുറഞ്ഞതുകൊണ്ട് റേറ്റ് കൂടിയതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഞാൻ ഗ്രാൻഡ് വിത്താർ ഒന്ന് ഓഫ് ചെയ്യാട്ടാ. കാർ ഓഫായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ. സോറി. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾ ഇൻ വണ്ണിലേക്ക് ഞാൻ ടാറ്റ പറയാണ്. ഞാൻ ഓൾ ഇൻ വണ്ണിലേക്ക് സ്വാഗതം പറഞ്ഞൊന്നും ഞാൻ ഓർക്കണില്ല കേട്ടാ. ക്യാമറയൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാം മറന്നുപോയി തോന്നുന്നു. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം, അതാണ് പ്രശ്നം. ഇതെല്ലാം വൃത്തിയാക്കി വെളുപ്പിച്ച് എടുക്കണം വണ്ടി. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും കൂടുതൽ സമയമൊന്നും പറഞ്ഞു സമയം കളയാനുള്ള. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും എനിക്കങ്ങ് പറഞ്ഞു പോണു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഓൾ ഇൻ വണ്ണിലേക്ക് ടാറ്റ ബൈ ബൈ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഈ ആപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ഇടാം. ഇന്നെനിക്കൊരു ദിവസത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എൻ്റെ അച്ചാച്ച ഒരു മിനിറ്റ് കേട്ടോ. എൻ്റെ അച്ചാച്ചയ്ക്ക് സ്ട്രോക്കൊക്കെ വന്നിട്ട് ഇന്നലെ ആയിരുന്നു 2019 ജാനുവരി ഈ ഒരു സമയം 2019 ജാനുവരി ഈ സമയമൊക്കെ ആയപ്പോൾ ചാച്ചിക്ക് രാത്രി ഒരു 10:30 കണ്ട് സ്ട്രോക്കിൻ്റെ ഇതെല്ലാം സിംറ്റംസൊക്കെ കാണിച്ചപ്പോൾ ഇതിൽ അച്ചാച്ചാണെങ്കിൽ പിന്നെ അങ്ങനെ സമ്മതിക്കണില്ലായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസമാണ്. ഇന്നലെയാണ് സംഗതി നടന്നത്. അന്നത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 2019 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പ്രത്യേകത ദിവസമാണ്. ഇവർക്കൊക്കെ അറിയുമോ എനിക്കറിയില്ല. കുറച്ച് ദിവസം പപ്പയ്ക്കും ചിറ്റയ്ക്കും അമ്മയ്ക്കും ഉൾപ്പെടെ. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ജാനുവരി 17-ാം തീയതി ഞങ്ങൾ ബാംഗ്ലൂരെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാനന്ന് 3ാം ക്ലാസ്സാണ് സംതിങ് അന്ന് തോന്നുന്നു. അന്ന് ഇതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഫ്ലൈറ്റിൽ പോയപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ വന്നപ്പോൾ ഒരു ഞങ്ങളൊക്കെ പോയി അടുത്തുള്ള ആഴ്ചയ്ക്ക് എത്തിയപ്പോൾ ഏകദേശം എത്ര രൂപയൊക്കെ ചിലവായി ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ. LFലാണ് ഇവിടെ അടുത്താണ്, ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ് LF ലിറ്റിൽ ഫ്ലവറിൽ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി. എല്ലാം കഴിഞ്ഞ് 17-ാം തീയതി ഞങ്ങൾക്ക് അവിടെ ഏതൊരു എൻഗേജ്മെൻറ്റ് മാരേജ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ വെച്ച് ആ ഒരു ഓർമ്മയിൽ വെച്ചിട്ടാണ്
പിന്നെ ഇവരോടൊക്കെ പറഞ്ഞതൊക്കെ പറയുമോ എനിക്കറിയില്ല, അവർക്കൊക്കെ അറിയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടാ. അല്ല ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ആ ഒരു പ്രത്യേക ദിവസമാണ്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കാൻ പാടില്ല, കാരണം ഈ സ്റ്റേജിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ആഘോഷിക്കണമൊന്നുമില്ല. ഇവരോടൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ. അപ്പോൾ മറ്റേ വീഡിയോയിലേക്ക് ഞാൻ പിന്നെയും വരികയാണ്. താങ്ക് യു ഒക്കെ പറയണ്ടേ. അപ്പോൾ ആ ഒരു വീഡിയോയിലൊക്കെ വന്ന് നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞത് താങ്ക് യു എല്ലാം പറയേണ്ടതൊക്കെ പറഞ്ഞ് ഞാൻ വന്നത്. അപ്പോൾ മറ്റേ വീഡിയോയിൽ ഞാൻ ഇതൊന്ന് കാണിച്ചിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ അതിൽ ഞാൻ താങ്ക് യു എല്ലാം പറയാം. ഞാൻ കാറിൻ്റെ അകത്ത് പോകണുള്ളൂ. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ അല്ല, മറ്റേ വീഡിയോയിലേക്ക് ഞാൻ വരാം. കാറ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കാറിൻ്റെ പുറത്താണ് ഞാൻ നിൽക്കണത്. കാറ് ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് കാറിൻ്റെ അകത്താണ് ഈ സാധനം വെച്ചേക്കണേ. ഇത് ഡാഷ് ക്യാമറ വെച്ചേക്കണേ. അപ്പോൾ ഞാൻ മറ്റേ വീഡിയോ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. വേറെ കുറേ വീഡിയോയിൽ ഞാൻ കമൻറ്റൊക്കെ ഞാൻ അലൗ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ നിങ്ങൾക്ക് SD കാർഡ് ഉള്ളത് കൊടുക്കാൻ വേണമെങ്കിൽ SD കാർഡ് ഇല്ലാണ്ട് കൊടുക്കാം. റേറ്റ് കുറഞ്ഞതുകൊണ്ട് റേറ്റ് കൂടിയതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഞാൻ ഗ്രാൻഡ് വിത്താർ ഒന്ന് ഓഫ് ചെയ്യാട്ടാ. കാർ ഓഫായി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് CP Plus dash cam is powered off. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ. സോറി. ഓക്കെ. അപ്പോൾ ഞാൻ ഓൾ ഇൻ വണ്ണിലേക്ക് ഞാൻ ടാറ്റ പറയാണ്. ഞാൻ ഓൾ ഇൻ വണ്ണിലേക്ക് സ്വാഗതം പറഞ്ഞൊന്നും ഞാൻ ഓർക്കണില്ല കേട്ടാ. ക്യാമറയൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാം മറന്നുപോയി തോന്നുന്നു. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം, അതാണ് പ്രശ്നം. ഇതെല്ലാം വൃത്തിയാക്കി വെളുപ്പിച്ച് എടുക്കണം വണ്ടി. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും കൂടുതൽ സമയമൊന്നും പറഞ്ഞു സമയം കളയാനുള്ള. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും എനിക്കൊക്കെ പറഞ്ഞു പോകണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഓൾ ഇൻ വണ്ണിലേക്ക് ടാറ്റ ബൈ ബൈ. ഓക്കെ.